തീരുമാനിക്കണത് ആരാ? നമ്മുടെ മനസ്സാ. എങ്ങനെ വേണമെങ്കിലും ആവാം, എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ, എനിക്കിപ്പോൾ എന്താ എന്ന് ചോദിച്ച് നടക്കുന്നവരുണ്ടാവും അല്ലേ? അങ്ങനെയൊന്നും ആവരുത്. നമുക്ക് എങ്ങനെയെങ്കിലും ഒന്നും ആയാൽ പോരാ, എങ്ങനെയാവണം അങ്ങനെ ആവണം. അപ്പോൾ മാത്രമേ അതിന് അഴകുണ്ടാവുള്ളൂ അല്ലേ? അതിനാണ് നമുക്ക് എപ്പോഴും ക്ഷമാശീലം വേണം. ക്ഷമ, എന്തൊരു കാര്യത്തിന് പുറപ്പെട്ടാലും ഒരു ക്ഷമ വേണം. ആ ക്ഷമ ശക്തി നമ്മളിലുണ്ടെങ്കിൽ കർമ്മത്തിൽ നമുക്ക് വിജയം കൈവരിക്കാൻ പറ്റും. ക്ഷമ ഇല്ലെങ്കിൽ ഒന്നിനും ഒരു തെളിച്ചം തരില്ല. എല്ലാവരും ക്ഷമ വേണം. ക്ഷമ ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല. എല്ലാറ്റിനും ക്ഷമ വേണം. കാരണം എന്താ? നമുക്ക് പല കർമ്മങ്ങളിലും ജയിക്കേണ്ടതായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ ഒരു കർമ്മം ചെയ്യാൻ മാത്രമല്ലല്ലോ ജനിച്ചത് ഈ ലോകത്ത്. ഇനിയും ഒരുപാട് കർമ്മങ്ങൾ ചെയ്യാനുണ്ട്. അപ്പം അതിനൊക്കെ ഉള്ളതായ ഊർജം നമ്മളിലുണ്ട്. അപ്പം ഈ ഊർജത്തെ നമ്മൾ ലൂസാക്കാൻ പാടില്ല, അതിനെ നശിപ്പിക്കാൻ പാടില്ല. എങ്ങനെ ഈ ഊർജം നശിക്കുക? വെപ്രാളം. അപ്പോഴാണ് ഊർജം നഷ്ടപ്പെടുക. ഈ വെപ്രാളം വരില്ലേ നമുക്ക്, അപ്പോഴാണ് നമ്മളുടെ എല്ലാം നഷ്ടപ്പെടുക. ചിലരൊക്കെ കണ്ടിട്ടില്ലേ, ചില വെപ്രാളത്തിൽ എന്തൊക്കെ ചെയ്യണമെന്ന് തന്നെ അറിയില്ല. എന്താ പറയുക, എന്താ ചെയ്യണം, ഇതൊന്നും അറിയില്ല. കാണുന്നവരോടൊക്കെ അങ്ങനെ അക്രമഭാവം കാണിച്ചുകൊണ്ടിരിക്കും. അപ്പം ഈ സമയത്തൊക്കെ എന്താ സംഭവിക്കണമെന്നറിയോ? നമ്മളുടെ തപസ്സിലൂടെ നമ്മൾ നേടിയെടുത്ത ആ സത്ത് ഇല്ലാതെയാവുകയാണ്. 10 ദിവസം നമ്മൾ ജീവിക്കേണ്ടതായ ഊർജം 10 സെക്കൻഡ് കൊണ്ട് വേണമെങ്കിൽ നഷ്ടപ്പെടുത്താം. 10 ദിവസത്തേക്ക് സമ്പാദിച്ചു വെച്ചത് വേണമെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് ചിലവാക്കാം. എന്നാൽ നമ്മൾ ആ 10 ദിവസത്തേക്കുള്ളത് 15 ദിവസത്തേക്ക് നീട്ടണം. അത്രയും ശാന്തത നമ്മളിൽ വേണം. ശാന്തത, ക്ഷമാശാന്തത. ക്ഷമയോടുകൂടി ശാന്തമായിട്ടിരിക്കണം. അതാണ് യഥാർത്ഥ തപസ്. നമ്മളൊക്കെ പറയില്ലേ, ധ്യാനിക്കൂ. ധ്യാനം എന്ന് പറഞ്ഞാൽ അതല്ലേ, അടങ്ങി ഒതുങ്ങിയിരിക്കുക അല്ലേ? അടങ്ങി ഒതുങ്ങി മടക്കിയിരിക്കുക, എല്ലാം മടക്കി വെക്കൂ അല്ലേ? എന്നിട്ട് ചുരുണ്ടിരിക്കുന്നത്. അതാണ് ആദ്യത്തെ തപസ്, അടക്കി ഒതുങ്ങിയിരിക്കുക. എന്നിട്ട് ആത്മാവിനെ അറിഞ്ഞിരിക്കൂ, മനസ്സിനെ ചിന്തിക്കൂ. ആ മാനസികമായിട്ട് നമ്മൾ ദർശിക്കുകയാണ്, ആത്മാവിനെ ദർശിക്കൂന്ന്. അടങ്ങി ഒതുങ്ങിയിരുന്നിട്ട് ആത്മാവിനെ ദർശിക്കൂ, ഭഗവാനെ ദർശിക്കൂ. ഭഗവാനെ ദർശിച്ച് ധ്യാനിക്കൂ. അവിടെയാണ് നമ്മൾ ഭഗവാനോടെല്ലാം സമർപ്പിക്കേണ്ടത്. ധ്യാനിക്കൂ. ആ ധ്യാനത്തിൽ ഭഗവാൻ നമ്മളിൽ ലയിച്ചു ചേരും. പിന്നെ നമ്മളുടെ ചിന്തകളൊക്കെ ഭഗവാനായി തീരും, നമ്മുടെ നാമങ്ങളൊക്കെ ഭഗവാനായി തീരും, നമ്മുടെ പ്രവൃത്തികളൊക്കെ ഭഗവാനായി തീരും. ഭഗവാനായി തീർന്നാൽ അതിലൊന്നും പാപങ്ങളില്ല എന്നർത്ഥം. എല്ലാവർക്കും അതിൽ ഒരുപാട് ഇഷ്ടം തോന്നും അല്ലേ? നല്ലത് ചിന്തിക്കുന്നവരോടും നല്ലത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നവരോടും നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരോടൊക്കെ നമുക്കൊരുപാട് സ്നേഹം തോന്നാറില്ലേ? അതെന്തുകൊണ്ടാ? നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് അത് മാത്രമാണ്. നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് അത് മാത്രമാണ്. നമുക്ക് ഈ വികൃതമായ ഭാവങ്ങളൊന്നും കാണാൻ ഇഷ്ടമുണ്ടോ? ഇല്ല. സുഹൃതമായ ഭാവങ്ങളെ കാണാനാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. ആ സുഹൃതമായ ഭാവങ്ങളെ ആകർഷിച്ചുകൊണ്ടിരിക്കുക നമ്മൾ ഓരോരുത്തരും അല്ലേ? അപ്പം അതുപോലെ നമ്മളൊക്കെ അസുഹൃതമായ ഭാവത്തിലേക്ക് നമ്മുടെ ജീവിതത്തിനെ ലയിപ്പിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള യജ്ഞങ്ങളാണ് ഇതൊക്കെ. ഇന്നിപ്പോൾ നോക്കൂ, രാവിലെ നമ്മൾ ഒരു 9 മണിക്കെങ്കിലും വന്നിട്ട് ഇവിടെ പീഠത്തിൽ അമർന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കാം അല്ലേ? 10 മണിക്ക് വന്ന മക്കളും ഉണ്ടാവും, 11 മണിക്ക് വന്ന മക്കളും ഉണ്ടാവും, 8 മണിക്ക് വന്ന മക്കളും ഉണ്ടാവും അല്ലേ? സ്വാമി വന്നതിന് ശേഷം വന്ന മക്കളും ഉണ്ടാവും. എല്ലാവരും ഒരേ സമയത്തല്ലല്ലോ എത്തുന്നത്. അപ്പോൾ അവരവരുടെ കർമ്മങ്ങൾക്കനുസരിച്ചിട്ടായിരിക്കും അവരവർക്ക് ലഭിക്കുന്ന എല്ലാ അനുഭവങ്ങളും. അപ്പം നമുക്കെന്തായാലും എത്ര സമയം ഇവിടെ വന്നിട്ട്